നമസ്കാരം, ഞാൻ ആതിര ജെയിംസ്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂറിൽ. മാക്സസെ പുരസ്കാരം നിരാകരിച്ച് മുൻമന്ത്രി കെ ശൈലജ. തീരുമാനം CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം. മാക്സസെ ഫിലിപ്പൈൻ കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടി ഏകാധിപതിയെന്ന CPIM പുരസ്കാരത്തിന് പരിഗണിച്ചത് കോവിഡ് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ നേതൃത്വം പരിഗണിച്ച് പാർട്ടി കൂട്ടായെടുത്ത തീരുമാനമെന്ന കെ ശൈലജ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് ഇനി മണിക്കൂറുകൾ. പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന്. ജലരാജാവ് ആരെന്നറിയാൻ ആകാംക്ഷയോടെ വള്ളംകളി പ്രേമികൾ. ഹീറ്റ്സ് മത്സരങ്ങൾക്ക് തുടക്കം. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഉച്ചയ്ക്ക് ശേഷം. തുഴക്കരുത്തിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24. മലപ്പുറം വഴിക്കടവിൽ യാത്രക്കാരിയായ യുവതി ഓട്ടോ ഡ്രൈവർ ബലാത്സംഗം ചെയ്തു. ആളൊഴിഞ്ഞ കാട്ടിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന് പോലീസ്. ഓട്ടോ ഡ്രൈവർ ജലീഷ് ബാബു പിടിയിൽ. തിരുവനന്തപുരം പൗടിക്കോണത്ത് വീട്ടിനുള്ളിൽ വൃദ്ധ മരിച്ച നിലയിൽ. മരിച്ചത് കല്ലറത്തല വിജയമ്മ. ശരീരത്തും മുഖത്തും പരുക്ക്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പേവിഷബാധയ്ക്കുള്ള വാക്സിന്റെ ഗുണനിലവാരം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാതെ ആരോഗ്യവകുപ്പ്. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടും നടപടിയില്ല. ഇതുവരെ നഷ്ടപരിഹാര തുക അനുവദിച്ചത് 749 പേർക്ക് മാത്രം. പത്തനംതിട്ടയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 12 വയസ്സുകാരിയുടെ ആരോഗ്യനില ഗുരുതരം. സ്രവം വിശദ പരിശോധനയ്ക്ക് പുനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ചു. മലപ്പുറം ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ജില്ലയിൽ കഴിഞ്ഞ 7 മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ പരുക്കേറ്റ 7000-ലധികം പേർക്ക്. അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ. വിഴിഞ്ഞ സമരത്തിൽ ഉപരോധം ശക്തമാക്കാനുള്ള ലത്തീൻ അതിരൂപതയുടെ സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിച്ചു. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തണമെന്നും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണമെന്നും സർക്കുലറിൽ. മത്സ്യത്തൊഴിലാളികളുടെ സമരം 20ാം ദിവസത്തിൽ. വിലക്കയറ്റത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ റാലി. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുന്നുവെന്ന് വിമർശനം. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നതിലാണ് BJPക്ക് ശ്രദ്ധയെന്നും കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്കായി സമരവേദിയിൽ പ്ലക്കാർഡുകൾ. കോൺഗ്രസ് അധ്യക്ഷനായി രാഹുൽ ഗാന്ധി വരുന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹമെന്ന പഞ്ചാബ് PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ്. റാലി മോദി സർക്കാരിനെതിരെയുള്ള താക്കീത്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയെന്നും അമരീന്ദർ സിംഗ് 24നോട്. കോൺഗ്രസ് വിട്ട ഗുലാം നബി ആസാദ് ഇന്ന് പുതിയ പാർട്ടി പ്രഖ്യാപിക്കും. ആസാദിനൊപ്പം കോൺഗ്രസ് വിട്ട മുഴുവൻ പേരും റാലിയിൽ പങ്കെടുക്കും. 20,000-ലധികം പേർ റാലിയുടെ ഭാഗമാകുമെന്ന് നേതാക്കൾ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പുകളിലെ ഇന്ധന പ്രതിസന്ധിയിൽ ഓയിൽ കമ്പനികളുടെ യോഗം വിളിക്കാൻ സർക്കാർ. വിഷയം ഗൌരവതരമെന്ന മന്ത്രി GR അനിൽ. പ്രശ്നപരിഹാരമില്ലെങ്കിൽ ഈ മാസം 15 മുതൽ പമ്പുകൾ അടച്ചിടുമെന്ന പെട്രോൾ പമ്പ് ഉടമകൾ. 24 എക്സ്ക്ലൂസീവ്. ആലുവയിൽ സ്കൂൾ ബസിൽ നിന്ന് വിദ്യാർത്ഥി തെറിച്ചു വീണ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച സ്കൂൾ മാനേജ്മെന്റ്. കുട്ടിയുടെ ചികിത്സാ ചെലവ് വഹിക്കും. വിദ്യാർത്ഥിയെ വീട്ടിലെത്തിക്കാൻ വൈകിയെന്ന ആരോപണം തെറ്റെന്നും മാനേജ്മെന്റ്. സ്കൂൾ ബസുകളിൽ പരിശോധന വ്യാപകമാക്കുമെന്ന് ആലുവ റൂറൽ SP വിവേക് കുമാർ. ആലുവയിലെ അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വിവേക് കുമാർ 24നോട്. അമിത്ഷായ്ക്ക് മറുപടിയുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ലോകത്ത് നിന്ന് കമ്മ്യൂണിസം തകർന്നെന്നത് ദിവാസ്വപ്നം മാത്രം. കേരളത്തിൽ BJPക്കുണ്ടായിരുന്ന സീറ്റ് നഷ്ടമായത് അമിത്ഷാ അറിഞ്ഞില്ലേ എന്നും പരിഹാസം. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി കേരളത്തിന് സഹായ വാഗ്ദാനവുമായി കേന്ദ്രം. 2 കൂറ്റൻ കപ്പലുകൾ കേരളത്തിന് വാഗ്ദാനം ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത്സ്യ സംസ്കരണത്തിന് സഹായകമാകുന്ന കപ്പലുകൾ വാങ്ങാൻ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കാൻ നിർദ്ദേശം. 3 പുതിയ ഫിഷ് നെറ്റ് ഫാക്ടറികൾ സ്ഥാപിക്കാനും സാമ്പത്തിക സഹായം. CPIMനെതിരെ CPIML മുൻ പോളിറ്റ് ബ്യൂറോ അംഗം കവിതാ കൃഷ്ണൻ. തനിക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള CPIM പ്രവർത്തകരെന്ന ആരോപണം. അണികളെ CPIM നേതാക്കൾ തിരുത്തണമെന്നും കവിതാ കൃഷ്ണൻ 24നോട്. കേരളത്തിലെ ക്രമസമാധാന നില ഭദ്രമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി മാഫിയ സംഘം യുവാക്കളെ ഇരയാക്കാൻ ശ്രമിക്കുന്നു. പോലീസും എക്സൈസും ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കിറ്റ് വിതരണത്തിൽ ഒരു തടസ്സവുമില്ലെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് ആകെ ഓണക്കിറ്റ് വാങ്ങിയത് 74.25% കാർഡുകാർ. ഉയരുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്നും മന്ത്രി. തൃശൂർ പാലപ്പള്ളിയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ശ്രമം തുടങ്ങി. കുങ്കിയാനകൾ ഇറങ്ങുന്നത് കുട്ടൻചിറ മേഖലയിൽ. കൃഷിനാശം വരുത്തുന്ന ഒറ്റയാന ലക്ഷ്യമിട്ട്. ആനകളുടെ സാന്നിധ്യം അറിയുന്ന ഡിജിറ്റൽ മാപ്പ് തയ്യാറാക്കി വനം വകുപ്പ്.
RT ഓഫീസുകളിലെ ഗൂഗിൾ പേ കൈക്കൂലിയിൽ സമഗ്ര അന്വേഷണത്തിനൊരുങ്ങി വിജിലൻസ്. പിടിക്കപ്പെട്ട ഏജന്റുമാരെയും ഉദ്യോഗസ്ഥരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം. പണം കൈമാറിയ ഫോൺ നമ്പർ സംബന്ധിച്ചും അക്കൗണ്ടുകളിലെ മുൻകാല ഇടപാടുകളിലും പരിശോധന. കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ ED അന്വേഷണം തുടങ്ങി. പിടിയിലായ ഷബീറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ മറവിൽ കോടികളുടെ കുഴൽപ്പണം പ്രതികളിൽ എത്തിയെന്നാണ് നിഗമനം. മത്സരാർത്ഥികളായ പെൺകുട്ടികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചതിനെ തുടർന്ന് വിവാദത്തിലായ കൊല്ലത്ത് നീറ്റ് പരീക്ഷ ഇന്ന് വീണ്ടും നടക്കും. ആയുർ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഹാൾ ടിക്കറ്റ് അയച്ചെങ്കിലും പരാതിയുള്ളവർ മാത്രം പരീക്ഷ എഴുതിയാൽ മതിയെന്നാണ് നിർദ്ദേശം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന് കോൺഗ്രസും BJPയും. കേസിലെ 7 പ്രതികളും ഒളിവിലെന്ന് പോലീസ്. ഒന്നാം പ്രതി അരുൺ ഉൾപ്പെടെ 4 ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതിയിൽ. കൊച്ചിയിൽ ദീർഘദൂര സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിൽ നിന്നും MDMA പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് കൊല്ലത്തേക്ക് പോയ ബസ്സിലെ 3 യാത്രക്കാർ പിടിയിൽ. ലഹരിമരുന്ന് കടത്തിയത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച്. പിടിച്ചെടുത്തത് 51 ഗ്രാം MDMA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 6 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും മുന്നറിയിപ്പ്. നാടക പ്രവർത്തകനും അധ്യാപകനുമായ രാമചന്ദ്രൻ മുക്കേരി അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാൻ, രവീന്ദ്രന്റെ ഒരേ തൂവൽ പക്ഷികൾ, ഗലീലിയോ, പിക്സേലിയ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിരുന്നു. MP രാജേഷ് രാജിവെച്ചതിനെ തുടർന്നുള്ള നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ UDF തീരുമാനം ഉടൻ. ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഉറപ്പായതിനാൽ LDF സ്ഥാനാർത്ഥി AN ഷംസീറിനെ സ്പീക്കറായി തെരഞ്ഞെടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി ഈ മാസം 12-ന് പ്രത്യേക നിയമസഭാ സമ്മേളനം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ മതിയായ തെളിവുകൾ ലഭിക്കാതെ അന്വേഷണ സംഘം. 15 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാനായില്ല. അന്വേഷണത്തിനെതിരെ ആരോപണവുമായി BJP. കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേർ പ്രതികൾ. പ്രതിദിനം കടക്കെണിയിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCക്ക് കഴിഞ്ഞ 6 വർഷത്തിനിടെ സർക്കാർ നൽകിയത് 6,961 കോടി രൂപ. 136 കോടി രൂപയുടെ പദ്ധതി വിഹിതത്തിന് പുറമെയാണ് ഈ കണക്ക്. 340 ഏക്കർ ഭൂമി KSRTCക്ക് സ്വന്തമായി ഉണ്ടെങ്കിലും ഇതിന്റെ മൂല്യം ഇതുവരെ കണക്കാക്കിയിട്ടില്ലെന്ന് KSRTC അധികൃതർ. രാജ്യത്തെ പ്രതിദിന കേസുകൾ 10,000-ന് താഴെ തുടരുന്നു. 24 മണിക്കൂറിനിടെ 6,809 പേർക്ക് കൂടി കോവിഡ്. രോഗമുക്തി നിരക്ക് 98.69%. രാജ്യാന്തര വാർത്തകൾ. പ്രളയക്കെടുതിയിൽ വലഞ്ഞു പാകിസ്ഥാൻ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മരണസംഖ്യ 1,300 പിന്നിട്ടു. യുക്രൈനിലെ സാപ്പറേഷ്യ ആണവ നിലയത്തിലേക്കുള്ള പ്രധാന വൈദ്യുതി ലൈൻ ബന്ധം നഷ്ടപ്പെട്ടു. വിവരം പുറത്തുവിട്ട് UN പരിശോധക സംഘം. തായ്വാൻ 9,000 കോടിയുടെ ആയുധങ്ങൾ നൽകുമെന്ന് അമേരിക്ക. ആയുധങ്ങൾ നൽകുന്നതിനെതിരെ താക്കീത് നൽകി ചൈന. നന്ദി പ്രകടിപ്പിച്ച് തായ്വാൻ. തായ്വാൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ച ചൈനീസ് യുദ്ധവിമാനങ്ങളും നാവികസേനാ കപ്പലുകളും. കടലിടുക്ക് കടന്നത് 4 യുദ്ധവിമാനങ്ങളും 5 നാവികസേനാ കപ്പലുകളും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ അഭാവത്തിലും മിഖായിൽ ഗോർബച്ചേവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് 10,000-ങ്ങൾ. ലെനിനും സ്റ്റാലിനും അന്ത്യാഭിവാദം അർപ്പിച്ച അതേ ഹാളിൽ സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകുക നൊബേൽ സമ്മാന ജേതാവായ റഷ്യൻ മാധ്യമ പ്രവർത്തകൻ. അഫ്ഗാനിസ്ഥാനിൽ സ്ഫോടനം. 3 കുട്ടികൾ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്ക്. സ്ഫോടനമുണ്ടായത് തെക്കൻ ഹെൽമണ്ട് പ്രവിശ്യയിൽ. മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്നതിനിടെ 9 പേർ റിയോ ഗ്രാൻഡെ നദിയിൽ മുങ്ങി മരിച്ചു. 37 പേരെ രക്ഷിച്ചു. കാലിഫോർണിയയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. 2,580 ഹെക്ടറിലധികം വനഭൂമി കത്തി നശിച്ചു. 5,000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കസാഖിസ്ഥാനിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. 10,000-കണക്കിന് ഏക്കർ വനഭൂമി കത്തി നശിച്ചു. ജാഗ്രതാ നിർദ്ദേശവുമായി ഭരണകൂടം. സ്പോർട്സ്. ഏഷ്യാ കപ്പിൽ ഇന്ത്യക്കെതിരായ സൂപ്പർ 4 മത്സരത്തിൽ പാകിസ്ഥാൻ പേസർ ഷാനവാസ് ദഹാനി കളിക്കില്ല. താരത്തിന് പരുക്കേറ്റെന്ന് ടീം. ട്രെവർ ബെയിലിസിനെ പഞ്ചാബ് കിങ്സ് മുഖ്യ കോച്ചായി ഉടനെ പ്രഖ്യാപിച്ചേക്കും. കഴിഞ്ഞ 3 സീസണായി ടീമിന്റെ കോച്ചായിരുന്ന അനിൽ കുംബ്ലെയ്ക്ക് കീഴിൽ ടീം 6-ാം സ്ഥാനത്ത് മാത്രമാണ് ഫിനിഷ് ചെയ്തത്. ജില്ലാ വാർത്തകൾ.
സംസ്ഥാനത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ട്രേഡ് ഫെയറിന് തുടക്കം മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉത്പന്നങ്ങൾക്ക് ന്യായമായ വിലയിൽ വിപണിയൊരുക്കാൻ ഓണം ട്രേഡ് ഫെയറിന് സാധിക്കുമെന്ന് മന്ത്രി. നേമം ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ ഓണക്കോടിയും ക്ലോക്കുകളും വിതരണം ചെയ്ത വിദ്യാർത്ഥികൾ. പദ്ധതി നേമം വിക്ടറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊല്ലം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ഹോം ലോൺ എക്സ്പോ തുടങ്ങി. ഡെപ്യൂട്ടി ജനറൽ മാനേജർ മഹേഷ് കുമാർ MA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം മൺട്രോന്തുരത്തിൽ വ്യാപകമായി കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചെന്ന് പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കൊല്ലം ഓച്ചിറ വവ്വാക്കാവിന് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിനി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് തെങ്കാശി സ്വദേശിനി മത്തുക്കുട്ടി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. കൊല്ലം ഓച്ചിറയിൽ വെച്ച് ഭരണിക്കാവ് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2ാം പ്രതി അറസ്റ്റിൽ. പിടിയിലായത് പള്ളിക്കൽ സ്വദേശി ബുനാഷ് ഖാൻ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. ഓണത്തിന് മുന്നോടിയായി പുനലൂർ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 210 ലിറ്റർ വ്യാജമദ്യം പിടിച്ചെടുത്തു. ഒരാൾ പിടിയിൽ. കൊല്ലം കുണ്ടറ ആശുപത്രി മുക്ക് സപ്ലൈകോയിൽ ഓണം മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം C ബാൽഡുവിൻ. തട്ടിപ്പ് നടന്ന മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപകർക്ക് പണം മടക്കി നൽകുന്നതിന്റെ മുൻഗണന നിശ്ചയിക്കാൻ കമ്മിറ്റി രൂപവത്കരിക്കണമെന്ന് ഹൈക്കോടതി. ബാങ്കിൽ നിന്ന് ഭരണസമിതി അംഗങ്ങളുടെ ബന്ധുക്കൾക്കും ഇഷ്ടക്കാർക്കും മാത്രം പണം മടക്കി നൽകുന്നെന്ന് ചൂണ്ടിക്കാട്ടി നിക്ഷേപകരിൽ ഒരാളായ താഴെ വെട്ടിപ്പുര സ്വദേശി D പ്രദീപ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ തീരുമാനം. വീട്ടിൽ വ്യാജമദ്യം നിർമ്മിച്ചതിന് കോട്ടാങ്ങൽ സ്വദേശി അറസ്റ്റിൽ. പേക്കാവ് തൈപ്പറമ്പിൽ വീട്ടിൽ TG സാബുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട മീൻകുഴി കൊടിത്തോപ്പിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ കോടശേഖരവും വ്യാജമദ്യവും പിടികൂടി. പുതുവേലിൽ ഭാസ്കരൻ അറസ്റ്റിൽ. 100 ന്യൂസിലേക്ക് വീണ്ടും എന്റർടൈൻമെന്റ് ന്യൂസ്. ദി റിയലൈസേഷൻ ഷോർട്ട് ഫിലിം പുറത്തിറങ്ങി. കാലാഖാന ശ്യാം നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം അഖിലാണ്. ബോളിവുഡ് ചിത്രം ഭക്ഷക് ഈ മാസം 11 റിലീസ് ചെയ്യും. ഭൂമി പെട്നേക്കർ, സഞ്ജയ് മിശ്ര എന്നിവരാണ് പ്രധാന വേഷത്തിൽ. പുൽക്കിതാണ് സംവിധാനം. ഫാക്ട് ചെക്ക്. ഉത്തർപ്രദേശിലെ സർക്കാർ സ്കൂളുകളിൽ ഐസ്ക്രീമും പഴങ്ങളും റോസ് മിൽക്കും ഉൾപ്പെട്ട വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകുന്നുവെന്ന പേരിൽ ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചിത്രത്തിന് പിന്നിലെ സത്യാവസ്ഥ പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ സർക്കാർ സ്കൂളുകളിൽ ഐസ്ക്രീമും പഴങ്ങളും റോസ് മിൽക്കും ഉൾപ്പെട്ട വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകുന്നുവെന്ന പേരിൽ ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ സർക്കാർ സ്കൂളുകളിൽ ലഭിക്കുന്ന ഉച്ചഭക്ഷണം എന്ന തലക്കെട്ടോടെയാണ് ചിത്രം പ്രചരിക്കുന്നത്. ഒരു ചെറിയ കുട്ടി ഒരു പ്ലേറ്റ് നിറയെ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് പ്രചരിക്കുന്നത്. റൊട്ടിയും പനീറും പച്ചക്കറികളും പഴങ്ങളും ഐസ്ക്രീമും റോസ് മിൽക്കും ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രം പങ്കുവച്ചുകൊണ്ട് പലരും യോഗി ആദിത്യനാഥ് സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ചിത്രം UPയിലെ സ്കൂളുകളിൽ നൽകുന്ന ഉച്ചഭക്ഷണത്തിൻ്റെതല്ല. മലക്പുര ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് വിശേഷ ദിവസം നൽകിയ ഭക്ഷണത്തിന്റെ ചിത്രങ്ങളാണ് തെറ്റായ രീതിയിൽ പ്രചരിക്കുന്നത്. മണിപ്പൂരിൽ വീണ്ടും JDUവിന് തിരിച്ചടി. 5 മുൻ JDU MLAമാർ കൂടി BJPയിൽ ചേർന്നു. ദേശീയപാത 44 ഉദ്ധംപൂരിൽ വാഹനയാത്ര തടഞ്ഞു. നിയന്ത്രണം രംബാൻ സെക്ടറിൽ വെടിവെപ്പും മണ്ണിടിച്ചിലും ഉണ്ടായതിനെ തുടർന്ന്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം മുഷ്ഫിഖുർ റഹീം 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഏകദിന ടെസ്റ്റ് ഫോർമാറ്റുകളിൽ തുടർന്നും കളിക്കും. അർജന്റീനയിലെ അജ്ഞാത രോഗബാധ ലെജിയോനെസ് രോഗമെന്ന് സ്ഥിരീകരണം. ശ്വാസകോശത്തിൽ അണുബാധ റിപ്പോർട്ട് ചെയ്ത 4 പേരും മരിച്ചു. 5 പാലസ്തീനികളെ തൂക്കിക്കൊന്ന് ഹമാസ്. ശിക്ഷിച്ചത് അധിനിവേശവുമായി സഹകരിച്ചവരെ. പുറത്തുവിട്ടത് വധിച്ചവരുടെ പേരിന്റെ ആദ്യാക്ഷരവും ജനന വർഷവും മാത്രം. ന്യൂസ് പൂർണ്ണമാവുകയാണ്.